ഇന്ന് 10/1/2026 ഇന്ന് നമ്മളൊരു മനസ്സമ്മതം കൂടാൻ പോവാണ്. നമ്മൾ മാത്രമല്ല, കൂടെ നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ മനസ്സമ്മതമാണ്. വളരെ വേണ്ടപ്പെട്ട ആളെന്ന് പറയുമ്പം അനിയനാണ്, ഫ്രണ്ടാണ്, അങ്ങനെ എല്ലാമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ ചെക്കനും പെണ്ണും. അപ്പോൾ കല്യാണ ചെക്കൻ്റെ പേര് വിച്ചു, വിനയൻ എന്നാണ് ഒഫീഷ്യൽ നെയിം, പക്ഷേ ഞങ്ങൾ വിച്ചു എന്നാണ് വിളിക്കുക. ആദ്യമായിട്ടാണ് ഒരു മനസ്സമ്മതം കൂടുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളതാകുമ്പോൾ നമുക്ക് കൂടുതലൊരു ഇതുണ്ടാവുമല്ലോ. രണ്ടാളെ മുഖത്തും ചെറുതായിട്ടുള്ളൊരു ടെൻഷനും ഷൈയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വിനയൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ മിൽനയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മിൽന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ വിനയനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ വിനയൻ മിൽന മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. പുത്തമ്പള്ളിയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി, മനസ്സമ്മതം. അപ്പോൾ ഉൾഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഒരാൾ എന്തോ കിളിപോയ പോലെ നിൽക്കുന്നുണ്ട്. മനസ്സമ്മതത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ നഗറ്റ്സും സമൂസ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കിടക്കാം. സംഭവം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഇവിടെ ഒരാളെ എടുക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നേരെ ഞങ്ങൾ പോയി പ്ലേറ്റൊക്കെ എടുത്തു ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് സാധാ ചോറാണ്. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. ബീഫൊക്കെ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, ഈ കച്ചമ്പർ, മറ്റേ സിനിമയിൽ പറയണ പോലെ ഓലം വന്നു കാണാൻ വന്നു എന്ന് പറയുന്ന പോലെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പ്ലേറ്റിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഉപ്പേരി ഉണ്ടായിരുന്നു, തോരൻ സംഭവം ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാലഡാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാലഡ്. ഞാൻ എന്നിട്ട് കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. പിന്നെ ഇഞ്ചിപ്പുളി എടുത്തു. ഫുഡിൻ്റെ സെക്ഷനിൽ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചതാണ്. ഇനി തിരക്ക് കൂടുമ്പോൾ പിന്നെ കഴിക്കാനും ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ, എടുത്തു പറയണം, എല്ലാം സൂപ്പറായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു. എരിവൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതല്ലേ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുത്തമ്പള്ളീൻ്റെ മോൾ ഭാഗത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. അതൊരു വലിയ കഥയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വന്ന് എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ പോണ വഴിയിൽ അത് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട്. അതുകൊണ്ട് ഇന്ന് മസ്കാബണ്ണ് ലീവായിരുന്നു. പോയി വരുമ്പോഴേക്കും ആകെ ടയർഡായി. ഇനി പിന്നെ കാണാം. ഓക്കെ.